കഴിഞ്ഞ ആഴ്ച ഞാൻ നമ്മളെ ആമസോണിൽ നമ്മൾ പ്രൊഡക്റ്റൊക്കെ ലിസ്റ്റ് ചെയ്ത് അതെങ്ങനെ നമുക്ക് സെർച്ചിൽ കൊണ്ടുവരാന്നതിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് അതിന് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവർ ചെയ്യുന്ന പ്രൊഡക്ട്സ് അവർ നോക്കുമ്പോൾ എല്ലാം സെർച്ചിൽ ഫസ്റ്റ് പേജ് തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത്രയും വലിയ കാര്യമായിട്ട് ഓർഡർ ഒന്നും കിട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാൻ വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്, ഒരു ഏലക്കായാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഡെലിവറി ലൊക്കേഷൻ നമ്മളെ കൽപ്പറ്റ കൊടുത്തിട്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ കണ്ടില്ല, ഫസ്റ്റ് കാണുന്നത് അത് വിട്ടേക്കുക, അത് സ്പോൺസർഡ് ആർട്സ് ആണ്. അതിന് താഴെ കണ്ടു എല്ലാം എൻ്റെ പ്രൊഡക്ട്സ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന് ശേഷം ഈ ഡെലിവറി ലൊക്കേഷൻ ഞാൻ സെർച്ചിലൊന്നും മാറ്റം വരുത്തുന്നത്, ജസ്റ്റ് ആ ഡെലിവറി ലൊക്കേഷൻ മാത്രം ഒരു കർണാടക മാറ്റിയാണ്, ഡെലിവറി ലൊക്കേഷൻ കർണാടകയ്ക്ക് മാറ്റി. അപ്പോൾ കണ്ടോ, അതായത് നമ്മളെ പ്രോഡക്ട്സ് ആ നേരത്തെ കണ്ട പ്രോഡക്ട്സേ അല്ല ഇപ്പോൾ കാണിക്കുന്നത്. വീണ്ടും ഞാൻ എന്ത് ചെയ്ത് മാറ്റിയിട്ട് ഒരു മധ്യപ്രദേശ് പിൻകോഡ് കൊടുത്തിട്ട് സെർച്ച് ചെയ്യാൻ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഡെലിവറി ലൊക്കേഷൻ മാത്രം മാറ്റുമ്പോൾ കണ്ടോ അവിടെ ആ നേരത്തെ കണ്ട ആ പ്രൊഡക്ട്സേ അല്ല ചിത്രത്തിൽ, വേറെ ഏതൊക്കെയോ പ്രൊഡക്ട്സാണ് കാണിക്കുന്നത്. അപ്പോൾ തിരിച്ച് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സ്വന്തം പിൻകോഡിലേക്ക് വരുമ്പോൾ നേരത്തെ കാണിച്ച എൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. അതായത് നമ്മൾ പിൻകോഡ് മാറ്റുന്നതനുസരിച്ച് അതായത് നിങ്ങളെ പിൻകോഡിൽ സെർച്ച് ചെയ്യുമ്പോൾ പ്രൊഡക്ട്സ് കാണിക്കും. പക്ഷെ അത് നേരെ മറിച്ച് അത് വേറൊരു സ്ഥലത്ത് നിന്ന്, അത് ഡൽഹിന്നോ ബോംബെന്നോ എവിടുന്നല്ലോ ആൾ സെർച്ച് ചെയ്യുമ്പോൾ അത് കാണിക്കണമെന്നില്ല. ആമസോൺ എപ്പോഴും കൺസിഡർ ചെയ്യുന്ന ഡെലിവറി, എത്ര പെട്ടെന്ന് ഡെലിവറി കൊടുക്കാൻ പറ്റും, ആ ഒരു കാര്യം കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ആമസോൺ എന്ത് ചെയ്യുന്നത്, നമ്മളെ സെർച്ച് റിസൾട്ട് കാണിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മളെ പ്രൊഡക്ട്സ് വേറെ ആരും സെയിൽ ചെയ്യരുത്, നമ്മൾ മാത്രം ആയിരിക്കണം സെയിൽ ചെയ്യുന്നതെങ്കിൽ ഓക്കെയാണ്. നമ്മൾ പറയുന്ന പോലെ എല്ലായിടത്തും ആ റിസൾട്ട് കാണിക്കും, വേറെ നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ആരും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മറികടക്കാന്ന് വെച്ചാൽ മാക്സിമം കൂടുതൽ എല്ലായിടത്തും ആമസോൺ പറയുന്ന പോലെ മാക്സിമം സ്ഥലങ്ങളിലേക്ക് ആമസോണിൻ്റെ വെയർ ഹൗസിലേക്ക് സാധനങ്ങൾ എത്തിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, മാക്സിമം വിസിബിലിറ്റി ആ പ്രൊഡക്റ്റിന് എവിടെ നിന്ന് സെർച്ച് ചെയ്താലും കിട്ടും. ഈ ഒരു കാര്യം മാത്രമേ അതിനത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഇ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക.